നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കിത്തക്കിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പുരാൻ കണ്ടപുള്ള പുള്ളേ വന്നവൻ അവൻ എന്റെ പിള്ളേ ഏതാണ് അവൻ. എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഒരുപാട് ആരാധകര് ഉണ്ടായിരുന്നു തിയേറ്ററില്. ഞാൻ വിചാരിച്ചു എനിക്ക് സിനിമ എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയില്ല, ഒരുപാട് ആരാധകരുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് 4 പേര് ടിക്കറ്റ് എടുത്തതിന് കൂടാതെ 4 ടിക്കറ്റ് വേറെയും എടുത്തു ഈവനിങ് ഷോ ഒന്നുകൂടെ കാണാൻ. പടം കഴിഞ്ഞപ്പോൾ ഞാൻ ആ 4 ടിക്കറ്റും അടുത്ത വന്ന ആൾക്കാർക്ക് കൊടുത്തു. ഒരു തവണ നമുക്ക് പോയി കാണാനുള്ള ഒരു സിനിമ തമ്പുരാൻ. ഗംഭീര മേക്കിംഗ്. മലയാള സിനിമ ഇതേവരെ കണ്ടിട്ടില്ലാത്ത മേക്കിംഗ്, അത്രയും ഗംഭീരമായ മേക്കിംഗ്. കാശ് മുടക്കിയ പടമാണ്, കാശ് എറിഞ്ഞ മേക്കിംഗ് ആണ്. ഈ കളർ ഗ്രേഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമ മാറിപ്പോവും, അതേപോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മളെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം ഒക്കെ തന്നെ. സ്റ്റീഫൻ കഴിഞ്ഞ സിനിമയിലെ ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റീഫൻ നെടുമ്പള്ളിയെ, അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് ഫൈറ്റ്, കേരളത്തിലെ തട്ടിക്കൂട്ടി ലോക്കൽ ഗുണ്ടകളെ ഇടിക്കുന്ന ഇടി, ആ എടുത്തിരിക്കുന്ന കളർ ഗ്രേഡ്, ആ ഒരു വിഷ്വല്, പുറകെ നിൽക്കുന്ന ഗുണ്ടകൾ മൊത്തം പുറത്തു നിറക്കിയ ഗുണ്ടകൾ, സ്നൈപ്പർ ഷോട്ട്, കേരളത്തിൽ കൊണ്ടുവന്നുള്ള പരിപാടിയൊക്കെ ഗംഭീരമാണ്. സ്റ്റീഫന്റെ എബ്രഹാം ഇവിടെ ഇന്ത്യയിലെ ഏതോ ഭോപ്പാലിലും കണ്ടുപോയി ഏതോ ഒരു ഹിന്ദിക്കാരൻ ഗുണ്ടയെ അവനൊക്കെ ആയിട്ട് മൊണ്ടി പിടിക്കുന്ന ഒരു ലോകോത്തര ക്രിമിനലിനെയാണ് നമുക്ക് ഖുറേഷി എബ്രഹാമിലൂടെ കാണാൻ സാധിക്കുന്നത്. ഖുറേഷി, ഞാൻ പറയുന്ന ഒരു സീൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ഖുറേഷി എബ്രഹാമിനെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ഖുറേഷിയെ കാണുന്നത്. ഖുറേഷി ഒളിച്ചു നിൽക്കുക, ഖുറേഷി മുന്നേ വരുന്നില്ല, ഇങ്ങനെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഖുറേഷി പിണങ്ങിപ്പോവും. ആ ഒരു ഫീലാ കിട്ടുന്നത്. കാമുകി ഒളിഞ്ഞു നോക്കിയിട്ട് പിണങ്ങിപ്പോത്തില്ല കാമുകിനെ കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയാ, ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള പോലെ പറയും കേട്ടോ. പക്ഷെ മേക്കിങ് ആദ്യത്തെ ഒരു 10-45 സെക്കൻഡ് ഒന്നും പറയാനില്ല. പിന്നെ അതങ്ങോട്ട് തവിട് പൊടിയായി. ഖുറേഷിയൊക്കെ വരുന്നത് 4-5 ഹെലികോപ്റ്ററല്ല, ഒരു പോക്കിന് മിനിമം 2 ബോംബ് പൊട്ടും. എങ്ങനെ പോയാലും ഒരു 10-45 പേരെങ്കിലും മരിക്കും. ഒരു 10-26 കാറ് പോവും. ഫുൾ ഫൈറ്റ്, ഫുൾ പ്രശ്നം, സീനോട് സീന. പക്ഷെ കാര്യമില്ല, കഥയില്ല. എന്തൊക്കെയൊക്കെയോ കാണിച്ചു. മഞ്ജു വാര്യരൊക്കെ വന്ന് പോകുന്നുണ്ട്. ടൊവിനോ തൊലയും പോയി കാണല്ല. ഒരു നല്ല പടം, നല്ല സിനിമയാണ്. 3 മിനിറ്റ് 44 സെക്കൻഡ്. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം വേറൊന്നും പറയാനില്ല. എല്ലാരും പോയി കാണുക. ഇവർ ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, ഒട്ടും പ്രതീക്ഷകളൊന്നും ഇല്ലാതെ എന്തോ വലുത് സംഭവിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ പോയി ആ സിനിമ കാണുക, നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇവർ തന്ന പ്രതീക്ഷ ഭയങ്കരമാണ്. ഈ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമൊന്നും കിട്ടത്തില്ല. ആന്റണി പെരുമ്പാവൂര് അഭിനയിക്കുന്നുണ്ട്. പാൻ ഇന്ത്യ മൂവിയാണ്. എന്തൊരു വേട്ട. പിന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു കഥാപാത്രം വരുന്നതൊക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ വരുന്നു. പൃഥ്വിരാജിന്റെ ജീവിതമാണ് കാണിക്കുന്നത്. പൃഥ്വിരാജിന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ പ്രതികാരം, പിന്നീട് അത് ഇങ്ങനെ ആവുന്ന ഒരു എങ്ങനെയൊക്കെയാ വരുന്ന വിദേശി വനിതകളും വിദേശികളും ഉണ്ട് ഇഷ്ടം പോലെ. കബൂക്ക കാണിക്കും, കബൂക്ക ചാവുന്നതും കാണിക്കും. എന്തു വേറെന്തോ പറയാനാ.
പ്രതീക്ഷ ഒന്നുമില്ലാതെ പോയി കാണും. വേറൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് പണം മുടക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി വലിയ തോതിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രം എന്നുള്ള നിലയിൽ നല്ല കഥയും ആ കഥയിൽ കുറച്ച് പഞ്ചും ഈ രോമാഞ്ചം വരത്തില്ലേ, ഗൂപ്സ് ബംസ്, അതൊന്നുമില്ല. വരുത്താൻ നോക്കിയാൽ തന്നെ വരുന്നതല്ലല്ലോ. കാണുമ്പോ നമുക്ക് വരാറുള്ളതാ. ചില സിനിമയൊക്കെ കാണുമ്പോ ഈ KGF ഒക്കെ അവസാനം കാണത്തില്ലേ, മൂന്നാമത്തെ വരുന്നു, ഓ അതില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പോയി കാണുക. നല്ലൊരു സിനിമ ആണ്. 50-50 ആണ്. മേക്കിംഗ് കൊണ്ടും കളർ ഗ്രേഡ് കൊണ്ടും ഇന്റർവെല് വരെയുള്ള ഒരു മ്യൂസിക്കും ഒക്കെ കൊണ്ടും പിന്നെ ഇന്റർവെല്ലിന് ശേഷമുള്ള സിനിമയുടെ കുറച്ച് കഥയും കുറച്ച് ഇൻട്രോ സീനും ഒക്കെ അടിപൊളിയാണ്. കേരള ജനക്കൂട്ടം വിക്കി തക് പവേഡഡ് ബൈ രമ വേണു. എമ്പുരാനേ തമ്പുരാനേ